ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇതാക്കുന്ന എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും നമ്മളെ എന്താ പറയാ, കുറച്ച് വ്യൂസ് ഒക്കെ എന്നും പതിവ് പോലെ എങ്ങൾക്കും പറഞ്ഞു ബോറടിക്കുന്നുണ്ടാവും. നമ്മളെ വ്യൂസ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾറെഡി ഉള്ള ആൾക്കാരൊക്കെ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ പറയാട്ടോ. അപ്പൊ ഇതാക്കുന്ന ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വീട്ടിൽ നമ്മളെ കോഴി വളർത്തുമ്പോൾ എന്തായാലും നമ്മൾ ഇപ്പൊ എന്താ പറയാ, കുറച്ച് അത്യാവശ്യം കോഴിയൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലും നമ്മൾ ഗ്രോവി പ്ലസും വിമറാളും കുറച്ച് അങ്ങനത്തെ എന്താ പറയാ സപ്ലിമെന്റ് ഒക്കെ നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഞാനിവിടെ കൊടുക്കാറുണ്ട് കേട്ടോ. ആദ്യത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള സമയത്തൊന്നും കോഴി വളർത്തുന്ന സമയത്തൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ഒരു അമിനോ വെന്റോ എന്നിട്ടൊരു വെന്റ് എന്നിട്ടൊരു ഒരു സിറപ്പില്ല, അത് മാത്രമേ കൊടുക്കട്ടോ. പിന്നെ നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ കോഴികൾക്ക് കുറച്ചും കൂടി കോഴികളെ പറ്റി കൂടുതൽ അറിയാനും നമ്മൾ എന്താ പറയാ ഐറ്റിങ്ങൾക്കുള്ള വിമറാൾ അതേപോലെ സപ്ലിമെന്റ് ഒക്കെ കൊടുക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ ഞാൻ വെറ്റിനറി ഹോസ്പിറ്റലിലൊക്കെ പോയാൽ നമുക്ക് അവിടുന്ന് അവർക്ക് ഉള്ള എന്താ പറയാ വിറ്റാമിൻ സപ്ലിമെന്റ് ഒക്കെ തരുമായിരുന്നു. ഇപ്പൊ നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കുറെ ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വീട്ടിൽ ഉള്ള എന്താ വീട്ടിൽ വളർത്തുള്ള കോഴികൾക്ക് നമ്മൾ വിമറാളും ഗ്രോവി പ്ലസ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നതൊക്കെ ആയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മളെ കോഴിയുടെ ആരോഗ്യമാണ് നമ്മളെ കോഴി വളർത്തലിൽ ഏറ്റവും കൂടുതൽ ആവശ്യമില്ല. നമ്മുടെ ആരോഗ്യം, അതുപോലെ ഫുഡ്, അതുപോലെ നമ്മൾ അവരെ അധികം ശ്രദ്ധിക്കുക എന്നുള്ള കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മൾ ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ നമ്മളെ കോഴികളൊക്കെ അസുഖങ്ങളൊക്കെ വന്ന് നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കാനും അതേപോലെ തീറ്റകളും വെള്ളമൊക്കെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അവരെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരെ നിരീക്ഷിക്കണം. അപ്പൊ എന്തായാലും നമ്മുടെ കോഴികളുടെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ മുട്ട ഉൽപാദനം വർദ്ധിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രോവി പ്ലസും വിമറാളൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതെല്ലാം നമ്മുടെ കോഴികൾക്ക് ക്ഷീണമൊക്കെ ഉണ്ടാകാതിരിക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഗ്രോവി പ്ലസും വിമറാളൊക്കെ നല്ലതാട്ടോ. അപ്പൊ അങ്ങനെയാണ് എന്തായാലും. അപ്പൊ എന്തായാലും നമ്മുടെ ഗ്രോവി പ്ലസ് ഞാനിവിടെ അധികം കൊടുക്കുക നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ഗ്രോവി പ്ലസ് എന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്താ പറയാ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാല് ഞാൻ നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഗ്രോവി പ്ലസ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനൊരു തുടർച്ചയായിട്ട് ഒരു 3-4 ദിവസമൊക്കെ കൊടുക്കട്ടെ. അതിന് ശേഷം നമ്മൾ വിമറാള് നമ്മൾ കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിരിഞ്ഞിറങ്ങുന്ന കോഴികൾക്കാണെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രോവി പ്ലസ് ആട്ടോ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കാൽത്തളർച്ചയ്ക്കുള്ള ഒരു ന്യൂറോബാൻ ടാബ്ലറ്റ് ഒക്കെ കുടിക്കുന്ന വെള്ളത്തിൽ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ വിമറാളാട്ടോ. വിമറാളിന് അറിയാലോ നല്ല റേറ്റ് ആട്ടോ. 120 മില്ലി ആട്ടോ. ഇത് നമ്മുടെ 200 രൂപയാട്ടോ ഇതിന്റെ റേറ്റ്. അപ്പൊ ഞാൻ ചെറിയ ബോട്ടിലാട്ടോ വാങ്ങിയത്. ഇതിപ്പോ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബോട്ടിലാട്ടോ. ഞാന് നമ്മുടെ ഈ ഒരു ഇതിന്റെയൊക്കെ അളവ് നമ്മുടെ ഈ ഒരു ബോട്ടിലിന്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ 100 ബേഡ്സിന് 5 മില്ലി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഏകദേശം നമ്മളെ വീട്ടിൽ ഒരു 50 കോഴിയൊക്കെ ആണെങ്കിൽ ഒരു 5 മില്ലി അങ്ങനെ. ഞാൻ മൊത്തത്തിൽ നമ്മൾ നമ്മുടെ ഒരു പാത്രത്തിൽ ഏകദേശം നമ്മൾ അവർ കുടിക്കാൻ എടുക്കുന്ന ഒരു വെള്ളം ഉണ്ടാവും ഡെയിലി കുടിക്കുന്നത്, അതിലേക്ക് ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കലക്കി വെക്കാട്ട് ചെയ്യല്. അതാകുമ്പോൾ നമുക്ക് വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പണി തീരും. അപ്പൊ അങ്ങനെയാട്ടോ കൊടുക്കല്. പിന്നെ നമ്മള് കുറെയൊക്കെ നമ്മള് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കണം അയ്യോ എത്ര അളവാ എങ്ങനെ. അപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ അത് വാങ്ങി നമ്മൾ കോഴികൾക്ക് കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മ ഉണ്ടാവും. ഇവിടെ ഇപ്പൊ ഒരു 50 കോഴിയല്ല, ഒരു കുഞ്ഞുങ്ങളടക്കം വിരിഞ്ഞിറങ്ങി അടക്കം ചിലപ്പോൾ ഒരു 60 കോഴികളൊക്കെ എന്തായാലും ഇവിടെ കാണും. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്രോവി പ്ലസ് നമ്മൾ 100 ബേഡ്സിന് ഡെയിലി നമ്മൾ ഒരു 15-20 മില്ലിയിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 10 മില്ലിയൊക്കെ നമ്മൾ ആ കുടിക്കെടുക്കുന്ന വെള്ളത്തിൽ എല്ലാ കോഴികൾക്കും കൂടി മിക്സ് ആക്കിയിട്ട് ഞാൻ വെച്ചു കൊടുക്കലാട്ടോ. പിന്നെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഒരളവൊക്കെ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം അളവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിന്റെ ബോട്ടിൽ തന്നെ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കോഴികളൊക്കെ അല്ലെങ്കിൽ വീട്ടിലൊരു 10 കോഴികളൊക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ കുടിക്കുന്ന വെള്ളത്തിൽ ചേർത്തിട്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു 50 കോഴിന്റെ മുകളിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു കണക്കാക്കിയിട്ടാട്ടോ നമ്മള് കോഴികൾക്ക് ഈ ഒരു വിമറാളും ഗ്രോവി പ്ലസ് ഒക്കെ അതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ.
പിന്നെ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നിർബന്ധമായിട്ടും ഇതൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം. കൊടുത്ത കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കാത്ത കോഴിക്കുഞ്ഞുങ്ങൾ അതിൻ്റെതായ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ഉഷാറായിട്ടുണ്ടാവും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങി. നമ്മൾ കൂട്ടിൽ തന്നെയല്ലേ ഇടുക. പിന്നെ നമ്മൾ കൂട്ടിന്റെ പുറത്തേക്ക് അയച്ചു വിടുന്ന കോഴികൾക്ക് ഇത് വലിയ നിർബന്ധമൊന്നും നമ്മൾ പറയുന്നില്ല. എന്നാൽ പോലും ഞാനിപ്പോ ഇവിടെ നമ്മുടെ വലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇടുന്നത്. നമ്മളെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, നമ്മൾ കോഴികളെ നമ്മൾ വലിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ഇടല്. ഇപ്പൊ കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുന്ന കോഴികളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഒരു സപ്ലിമെന്റ് ഒക്കെ എന്തായാലും കൊടുക്കണം. അല്ലെങ്കിൽ അതിന്റെ കാൽസ്യക്കുറവിന്റെ അതൊക്കെ എന്തായാലും അവരുടെ ശരീരത്തിൽ എന്തായാലും കാണാൻ പറ്റും കേട്ടോ. നമ്മളെ കോഴികളൊക്കെ നല്ല ഉഷാറൊക്കെ ആയിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ വിമറാളും എന്താ പറയാ ഗ്രൂപ്പ് പ്ലസ് ഒക്കെ നമ്മളെ കോഴികൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കും ഒക്കെ വാങ്ങിക്കൊടുക്കണം. അതുപോലെ വാങ്ങിക്കൊടുത്താൽ മാത്രം പറ ഡെയിലി നമ്മൾ അവരെ കുടിക്കുന്ന വെള്ളത്തിൽ അത് ഉൾപ്പെടുത്തി കൊടുക്കാൻ വേണം. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ കാൽ തളർച്ചയ്ക്കൊക്കെ നമ്മൾ മറ്റേ ന്യൂറോബാൻ ടാബ്ലറ്റ് ഉണ്ടല്ലോ, അത് നിർബന്ധമായിട്ടും നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വെള്ളത്തിൽ കലക്കി ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഡെയിലി നമ്മൾ ഒരു 3-4 ദിവസമൊക്കെ ഞാൻ ഇവിടെ ചെയ്യുന്ന വെച്ചാൽ 3-4 ദിവസം കറക്റ്റ് ആയിട്ട് വിവറാൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് പ്ലസ് കൊടുക്കുക, അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ചിലവര് ഓരോരോ രീതിയിലാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാട്ടോ കൊടുക്കുന്നത്. നമ്മളെ കോഴികൾക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട്. കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വേഗം വളരുകയും ചെയ്യും കേട്ടോ നമ്മളെ കോഴികൾ. പിന്നെ ഇതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നല്ല നമ്മളെ വീട്ടിൽ കിട്ടാവുന്ന പപ്പായൻ്റെ ഇലയും അതേപോലെ മുരിങ്ങേൻ്റെ ഇലയും അതേപോലെ ചായമൻസ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ പപ്പായയുടെ ഇല തന്നെ കിട്ടിയാലും മതി അവരെ തീറ്റയിൽ നന്നായിട്ട് ഉൾപ്പെടുത്തി കൊടുക്കട്ടോ. അതന്നെ നല്ലതാണ്. പിന്നെ നമ്മൾ ഈ ഒരു സപ്ലിമെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ തീറ്റേന്റെ അപ്പുറം മുരിങ്ങേൻ്റെ ഇല പപ്പായൻ്റെ ഇല ഒക്കെ ഉൾപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ സമയമൊക്കെ കണ്ടെത്തി അതിനനുസരിച്ച് അവരുടെ തീറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സമയം കൂടി നമ്മൾ കണ്ടെത്തണമല്ലോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു കോഴി വളർത്തൽ എന്താണെന്നോ അല്ലെങ്കിൽ കോഴിയുടെ അസുഖങ്ങൾ എന്താണെന്നോ ഒന്നും അറിയാതെ നമ്മൾ കോഴി വളർത്താൻ തുടങ്ങിയാണ്. അപ്പം ഒരു കോഴിവില്ലാത്ത എനിക്ക് ഇത്രയും കോഴികൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ കോഴിന്റെ വേക്കിൽ അത്രയും അവരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൊണ്ട് നടന്നിട്ടാട്ടോ നമുക്ക് ഇത്രയും കോഴികളാകാൻ കാരണം. അപ്പൊ എന്തായാലും കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോസ് ഒക്കെ ഉണ്ട്. നമ്മുടെ തുടക്കത്തിലെ കോഴി വളർത്തൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു അനുഭവമാണ് നമ്മളുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാനും അതേപോലെ യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങൾക്കും കൂടി അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് വരെ. അപ്പൊ എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.